ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അതിലുപരി നമുക്ക് സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റി സ്നാക്സ് റെസിപ്പീസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. മസാലകളൊക്കെ നല്ല ഈസിയുമാണ്, എന്താ പറയുക, വെറൈറ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുപോയിക്കോ. ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ പീസ് നമ്മൾ വേവിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ക്രഷ് എടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അതിലേക്ക് ഇനി നമ്മൾ സ്വീറ്റ് കോൺ ഇല്ലേ, അത് കുറച്ച് കേട്ടോ, അത് കുറച്ച് ഒരു 1/4 കപ്പൊക്കെ മതിയാവും. അത് ചേർത്ത് കൊടുക്കുക 1 കപ്പ് ചിക്കനിലേക്ക്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസ് അത് ചേർത്ത് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ ചീസ് തന്നെ ചേർത്ത് കൊടുക്കാം, മൊസറല്ല ചീസാണ്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ സ്നാക്സ് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, മയണൈസ് ഇല്ലേ, നല്ല തിക്കായിട്ടുള്ള മയണൈസ് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഭയങ്കര വെറ്റായിട്ട് പോകരുത്. പിന്നെ ഒരു 2 പച്ചമുളക് ക്രഷ് ചെയ്തത് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലാസ്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ഉണക്കമുളക് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ മല്ലിയിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ, അത് തന്നെ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചീസിൽ ഉപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അത് നോക്കിയിട്ട് ഉപ്പ് ഒരു അല്പം വെജീസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മസാല സെറ്റാണ്. ഇനി ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ചിക്കൻ ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം നിങ്ങൾക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കുക, പനീർ ചേർത്ത് കൊടുക്കുക, മഷ്റൂം ചേർത്ത് കൊടുക്കുക. മഷ്റൂമൊക്കെ വേവിച്ചിട്ട് പനീർ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മളെ കയ്യിലുള്ള ഐറ്റത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിക്കോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ, എല്ലാം ആ ഉപ്പും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എത്തണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ മസാല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ സമൂസ ഷീറ്റില്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യമൊക്കെ ഭയങ്കര സിമ്പിളാണേ. സമൂസ ഷീറ്റ് നമ്മൾ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ സമൂസ ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മൈദ വെച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കൂലേ, പരത്തിയിട്ട് നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്നത്, അത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കുറച്ച് സ്ക്വയർ ഷേപ്പിൽ ആക്കിയിട്ടെടുത്താലും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷീറ്റ് വെച്ചിട്ട് തന്നെ അല്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്യുക, വീണ്ടും അത് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ പ്ലസ് ആക്കിയിട്ട് വെക്കാം, ഇതുപോലെ. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് 2 രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്നിതാ ഈ രീതിയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എത്രയാണോ അതിൽ കൊള്ളുന്നത് അത്ര വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ സ്നാക്സിൻ്റെ പേര് ചിക്കൻ ചീസ് ബോക്സ് ആണ് കേട്ടോ. ഇനി ഇത് ഒരുപാട് മസാല വെച്ച് കൊടുക്കണ്ട, പാകത്തിന് മതി, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ബോക്സ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഒട്ടി നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അതിതാ ഇതിൻ്റെ ഈ 4 ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഹൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താം. ഈ ഒരു മസാല തന്നെ നമുക്ക് സാധാ സമൂസ പോലെ ഇല്ലേ, അങ്ങനെയും ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ മസാല. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. ലൈക്കിൻ്റെ കാര്യം മറന്നേ പോരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും എഴുതി അറിയിക്കാനും മറക്കല്ലേ. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. താഴത്തെ ഷീറ്റ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക, പിന്നെ താഴത്തെ അപ്പുറത്തെ ഷീറ്റ് മടക്കി കൊടുക്കുക എതിർഭാഗത്തിൽ, പിന്നെ അതിന് മുകൾ ഭാഗത്തിൽ 2 ഷീറ്റും ഓരോന്നായിട്ട് മടക്കി. അറിയാമല്ലോ എല്ലാവർക്കും, ഒരു ബോക്സ് ആയിട്ട് അതിങ്ങനെ ബോക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. നമ്മൾ സൈഡിൽ ഇങ്ങനെ മൈദ ആക്കുന്നത് ആ ഭാഗം നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്യാപ്പൊക്കെ അവിടെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ എണ്ണ കുടിക്കുക, ആ ഒരു മസാലയൊക്കെ സ്പ്രെഡ് ആകുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ, അങ്ങനെയുള്ളവർ, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴെങ്കിലും ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും അവരിതുപോലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത്. അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്കിത് ഈ മസാല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള മസാല ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിന് 1 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 രീതിയിൽ പറ്റുന്നത്. അതിങ്ങനെ 2 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വലിയ സ്നാക്ക് വേണമെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ശരിക്കും നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇഫ്താർ പാർട്ടിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, വലിപ്പം ചെറുതാകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്തായാലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിനി ഈ മസാല തീരുന്നവരെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കട്ടെ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എളുപ്പത്തിലാവുകയും വേണം. എന്നാൽ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ അല്ലേ ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആണ് താനും. എന്നാൽ നമുക്ക് മസാലയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ലേ. ജോലിക്കൊക്കെ പോകുന്നവർ രാവിലെ ഇങ്ങനെ ഈ ഒരു മസാല മിക്സൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് 2 ആഴ്ചയൊക്കെ ഫ്രീസറിൽ സുഖമായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പം ഇതില്ലേ, ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ച് എടുത്തിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ പ്ലേറ്റിൽ നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് സ്നാക്ക് നിരത്തി വെച്ച് കൊടുക്കുക. പ്ലേറ്റിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ വെച്ച് കൊടുക്കണ്ട, പ്ലേറ്റിൽ നിരത്തിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. എന്നിട്ട് അത് 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇങ്ങനെ കല്ലുപോലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം കൂടെ ഒരു ബോക്സിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. ഇനി ഇങ്ങനെ നിങ്ങൾ പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രീസാക്കിയ സംഭവമാണെങ്കിൽ, സ്നാക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നിച്ച് സിബ്ലോ കവറിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്രീസ് ആയിട്ടുള്ള സാധനം ഞാൻ ഫ്രൈ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ചക്കുള്ള ഫ്രീസാകാൻ വെച്ചിട്ടുള്ള ഐറ്റം ആണെങ്കിൽ നിങ്ങളതെടുത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി എടുത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തോ. സമോസയും ഇതും എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രൈ ചെയ്യുക, കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെക്കണ്ട. അപ്പോൾ നമ്മൾ ആ ഷീറ്റും ഏതാണെങ്കിലും ആ ഒരു തണുപ്പിറങ്ങി അതിങ്ങനെ എണ്ണ കുടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നമുക്കിഷ്ടമുള്ള ഈ ഒരു കളറാവുന്ന സമയത്ത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ളതേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കിഡിലൻ സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴും അടിപൊളി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചീസ് കാര്യങ്ങളൊക്കെ അല്ലേ, അത് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിട്ടുമേ. അല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി സ്നാക്ക് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാനൊന്നും മറന്നു പോകല്ലേ. ഇനി അടുത്തത് നമുക്ക് ഭയങ്കര വെറൈറ്റിയും എളുപ്പത്തിലും ഒക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഒരു ക്രീമി ബ്രെഡ് സ്നാക്സ് ആണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊക്കെ ആയിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ള, നിങ്ങൾ ബട്ടറോ ഓയിലോ നിങ്ങൾ എന്താണോ കുക്കിംഗ് വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, അത് എടുത്തു കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇതുപോലെ അത്രയും മതി, കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. നിങ്ങൾ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ, മറന്നുകൊണ്ടാ. പിന്നെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ, അത് നിങ്ങൾ എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചിക്കൻ എടുക്കുക കേട്ടോ. അളവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയ ജീരകം പൊടിയില്ലേ, ചെറിയ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത്, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഗാർലിക് പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡ് ചില്ലി സോസില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി റെഡ് ചില്ലി സോസ് ഇല്ല, നിങ്ങൾ ടൊമാറ്റോ സോസ് ഉള്ളെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പെപ്പർ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പച്ചമുളകില്ലേ അത് ക്രഷ് ചെയ്തത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവൊന്നും ഇതിലേക്ക് വേണ്ട, ചെറുതായിട്ട്. ഞാൻ അതിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം 2 ടീസ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടി ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേ സമയം ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. അതിനുശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒന്ന് മൊത്തത്തിലൊന്ന് നന്നായിട്ട് കമ്പൈനായിട്ട് വരട്ടെ. ഇനി ഇത് കുറുകി വരും കേട്ടോ. നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ഇത് എല്ലാം കൂടെ മിക്സാക്കി ഒന്ന് കുറുകി റെഡി ആയിട്ട് വരണം. അപ്പോൾ ഇതാ റെഡി ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് 2 ടീസ്പൂൺ മയണൈസ് ഇല്ലേ, അത് ഹെൽത്തി മയണൈസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമ്മൾ എഗ് വൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ മസാല സെറ്റാണ്. മസാല ഒരുപാട് ലൂസായിട്ട് പോകരുത് കേട്ടോ. ഈ ഒരു തിക്നെസ്സൊക്കെ മതിയാവും. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, എന്നാൽ വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ബ്രെഡ് എടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ഇതുപോലെ എന്തെങ്കിലും ഒരു മോൾഡ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് നിങ്ങൾ എടുക്കുമ്പോൾ സാധാ ബ്രെഡ് മതി കേട്ടോ. അതാണ് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാകും. കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ, അതായിരിക്കും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊന്നും എടുക്കാതിരിക്കുക നല്ലത്. കുഴപ്പമില്ല, പക്ഷേ അതാണ് പെർഫെക്റ്റ് ആയിട്ട് മറ്റേതാണ് കേട്ടോ നല്ലത്, സാധാ ബ്രെഡ്. ഇനി ഇതാ കുറച്ച് ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നാൽ ബ്രെഡൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്നതല്ലേ. ഇനി ഇതാ 2 ബ്രെഡിൻ്റെ ആ ഒരു നമ്മൾ ചെയ്ത് വെച്ചത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് അങ്ങ് പരത്തി പൊടിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ സോസ് ഉണ്ടല്ലോ അത് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാലയില്ലേ, നല്ല വെറൈറ്റി മസാല, അതും കൂടെ ആക്കി കൊടുക്കുക. ഒരുപാട് ആക്കണ്ട കേട്ടോ, കുറച്ചാക്കി കൊടുത്താൽ മതി. നമുക്കൊരു 2 ബ്രെഡ് കഴിക്കുമ്പോൾ നമുക്ക് എത്രയും ആവശ്യം വരിക എന്നറിയില്ല, അത്രയും. പിന്നെ ഇതില്ലേ തികച്ചും ഓപ്ഷനിലാണ്. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് മൊസറല്ല ചീസ് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുത്തോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇല്ലെങ്കിലും ആ സോസും ആ ഒരു ക്രീമി മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു വലിയുന്നതും പിന്നെ ആ ഒരു ചീസൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ വെറൈറ്റി ആയിട്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് മസാല വെച്ച് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ കണ്ടെയ്നർ, അടപ്പുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് 1 മന്ത് വരെ ഇരിക്കും. പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ, ഫുഡ് ഐറ്റംസൊക്കെ. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കില്ലേ നല്ല ക്വാണ്ടിറ്റി സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഇതും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഞാൻ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എഗ്ഗ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മൈദ കുറച്ച് ലൂസായിട്ട് കലക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലേ, നമ്മൾ ആ സൈഡ് അരിക് കളഞ്ഞ ബ്രെഡില്ലേ, അരിക് സൈഡിൽ നിന്ന് റൗണ്ട് ആക്കി എടുത്തതിൻ്റെ ബാക്കി അതാണ് കേട്ടോ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് എന്താ പറയുക മോശമായിട്ട് പോകുന്നില്ല, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സാധാ നമ്മൾ ചിക്കൻ റോളും അങ്ങനത്തെ കട്ട്ലറ്റൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിപ്ലോ കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ റോളൊക്കെ ഫ്രൈ ചെയ്യുന്നത്, കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ എന്താ പറയുക ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും നോമ്പിന് വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചോ ഫ്രിഡ്ജിൽ എന്നൊക്കെ വിചാരിക്കും. അല്ല കേട്ടോ, നമുക്കിന്ന് ഗസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രൈ ആക്കുന്നതും. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ തരണമെങ്കിൽ ഞങ്ങൾ ഒരു 2-3 ദിവസം മുമ്പെങ്കിലും ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ.
ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. ഇത് ശരിക്കില്ലേ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. അപ്പോൾ ഇഫ്താറിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് സെൻറ്റർ കട്ട് ചെയ്യൂലേ, അതുപോലെ റൗണ്ട് ഇങ്ങനെ നമുക്ക് ഹാഫ് മൂൺ പോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതും നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ക്രീമി ബ്രെഡ് സ്നാക്സും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ലത് കണ്ടോ, ആ ചീസൊക്കെ വലിഞ്ഞ് ആ ഒരു ക്രീമി മസാലയൊക്കെ ആയിട്ട് കിടിലൻ ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ കുറച്ചൊന്നും തണുത്താലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. ടൊമാറ്റോ സോസ് ഒന്നും ആവശ്യമില്ല, പിന്നീട് നമുക്ക് കഴിക്കാൻ അതിലെല്ലാം ഫില്ലിങ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നൊരു സ്നാക്സാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട്ലറ്റിനൊക്കെ എടുക്കൂലേ, ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഉരുളക്കിഴങ്ങായി പോകരുത്, ചിക്കൻ ആവശ്യത്തിന് വേണം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക, ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കണേ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 3 വിസിലടുപ്പിച്ചെടുക്കുക, അത്രയും മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 3 വിസിലടുപ്പിച്ചെടുക്കുക, അപ്പോഴത്തേക്കും എല്ലാം വെന്ത് കിട്ടും. പിന്നെ ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിൽ നിന്ന് കേട്ടോ. അതൊന്ന് എടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ആ വെള്ളം അതിൽ നിന്ന് തന്നെ തുറന്ന് വെച്ച് നമ്മൾ വറ്റിക്കും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുവേ. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരട്ടെ. ഇതാ നമ്മളെ ചിക്കനെല്ലാം വെന്ത് വന്നു. ഇനി കിഴങ്ങൊന്നും കൂടെ വേവാനുണ്ട്, പക്ഷേ അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും അതൊരു സെറ്റാവും. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, പച്ചമുളക്, ഒരു 2 പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കട്ട് ചെയ്തതും പച്ചമുളക് ക്രഷ് ചെയ്തതും മാറ്റി വെക്കാം കേട്ടോ, അത് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോപ്പറില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ബട്ടറോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓയിലോ എന്താണെന്ന് വെച്ചെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 10 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്തോ കേട്ടോ. ആ വെളുത്തുള്ളി ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും ഇതിലേക്ക്. പിന്നെ നമ്മൾ പച്ചമുളക് ക്രഷ് ചെയ്തതുമില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. കളർ ചേഞ്ചും താവണ്ട. ആ ഒരു സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്തത് വെജീസില്ലേ അത് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ മതി കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെ ഞാൻ ഇട്ട് കൊടുത്ത്, ഏത് കളർ ക്യാപ്സിക്കായാലും കുഴപ്പമില്ല. ക്യാരറ്റിൻ്റെ ഒരു മീഡിയം സൈസ് ക്യാരറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരട്ടെ, ഒരുപാടങ്ങ് വെന്ത് ഇതായിട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. അടച്ച് വെച്ച് കൊടുക്കണ്ട കേട്ടോ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് കുക്കാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനില്ലേ അത് കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുക കേട്ടോ. മിക്സീൻ്റെ ജാറിലൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇതാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗാർലിക്കിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇല്ലേ, ഇതിൽ നമുക്ക് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഇതിനൊക്കെ കിട്ടുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫസ്റ്റിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് ചീസ്, ഞാനിപ്പം നമ്മുടെ സ്ലൈസ് ചീസില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ എന്തായാലും ചീസ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി, ടൈറ്റ് ആക്കിയിട്ട് കേട്ടോ, ലൂസായിട്ട് പോകരുത്. ഇനി നല്ല ടൈറ്റ് ആവണേ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ കുറച്ച് മയണൈസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നല്ല തിക്കായിട്ടുള്ള മയണൈസ് ഉണ്ടെങ്കിൽ ഹെൽത്തി മയണൈസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, അത് ചേർത്ത് കൊടുക്കണേ. ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മയണൈസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഒരു ക്രീമി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതില്ല അത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു എന്താ പറയുക, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പിന്നെ ഇട്ടിട്ട് കുക്കാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചൂടായി വന്നാൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് സേമിയ റോസ്റ്റഡ് സേമിയല്ല അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. സേമിയ എടുക്കുമ്പോൾ നന്നായിട്ട് ചെറിയ സേമിയ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. സാധാ ആയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ചെറുതെടുത്താൽ തിന്നായിട്ടുള്ള സേമിയല്ല അതെടുത്താൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമ്മളെ സൗകര്യത്തിന് ആക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ ആക്കിയിട്ടെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇത് ഈ സ്നാക്സിൻ്റെ പേര് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിൻ്റെ പേര് റഷ്യൻ കട്ട്ലറ്റ് ആണ് കേട്ടോ. റഷ്യൻ കട്ട്ലറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടേസ്റ്റിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റാണ്.
മസാലയൊക്കെ നല്ല വ്യത്യാസമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എന്തെങ്കിലും ഒരു എണ്ണമയം ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, കൈ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കിഴങ്ങ് ആയിട്ട് പോകരുത്. ചിക്കനും ആ ഒരു റേഷ്യോ അല്ലേ, അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോവേ, ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റിക്കി ആ ഒരു ഫോമിലേക്ക് ആയിപ്പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ഫ്ലോപ്പ് ആവാനും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് സേമിയ, അത് തിന്നായിട്ടുള്ള സേമിയ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മളെ സ്നാക്ക് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് അത് ഡിപ്പ് ചെയ്യാനുള്ള. നമ്മൾ മൈദ എടുക്കുക, പക്ഷേ മൈദേനേക്കാളും ഈ ഒരു സ്നാക്കിന് നല്ലത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. പക്ഷേ പുറം ആ ഒരു സേമിയൻ്റെ കോട്ടിങ്ങും ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു കോട്ടിങ്ങൊക്കെ വന്നിട്ട് എന്താ പറയുക, പുറം നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മൾ ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യുക. പക്ഷേ നമ്മൾ സിബ്ലോ കവറിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസും ഒക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. സിബ്ലോ കവറിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇടാം. ഇനി കണ്ടെയ്നറിലാണെങ്കിലും ഫ്രീസ് ചെയ്ത് സ്നാക്കാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ആക്കിയിട്ടെടുക്കരുത്. ആ ഒരു സേമിയ ഗോൾഡൻ കളറിലേക്ക് ആക്കിയിട്ടെടുക്കാം, ഒരു ക്രിസ്പി ആക്കിയിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഉള്ളൊന്നും കുക്കാവാനല്ല, എല്ലാം കുക്ക് ചെയ്തിട്ടുള്ള ഐറ്റം തന്നെയാണ്. പുറം ഒന്ന് ക്രിസ്പി ആയിട്ട് വരാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ ആ ഒരു ഗോൾഡൻ കളറിലേക്കൊന്ന് ആക്കിയിട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നിങ്ങളിത് ഇട്ട് കൊടുത്ത് അപ്പാട് തിരിച്ചിട്ട് കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക, ഇളക്കുക, ഒന്നും ചെയ്യേണ്ട കേട്ടോ. കാരണം ആ സേമിയ എന്തായാലും കുറച്ചൊക്കെ എണ്ണയിലേക്ക് പോവും, കുറച്ചൊക്കെ വീണു പോവും, പക്ഷേ അതിലുണ്ടാവും കേട്ടോ കോട്ടിങ്. നമ്മൾ ഇളക്കി കളിക്കരുത്, അപ്പോൾ ആ കോട്ടിങ് മുഴുവൻ പോകാൻ കാരണമാവും കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഒരു ഭാഗം ഇങ്ങനെ ഗോൾഡൻ കളർ ആയി എന്ന് വരുമ്പോൾ നിങ്ങൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറം ഭാഗം, ഉള്ള് നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്, റഷ്യൻ കട്ട്ലറ്റ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇഫ്താറിലേക്കാണെങ്കിലും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്നാക്സാണ്. എല്ലാം നമ്മളത് വെറൈറ്റി മസാലാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ ചിക്കൻ നിങ്ങൾ നേരത്തെ വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് വെക്കുക, ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക. കാര്യം വെള്ളത്തിന് തന്നെ ഒട്ടും ഉണ്ടായിരുന്നത്. ഇനി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം റെഡോ ഗ്രീനോ നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം റെഡ് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാളൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, പിന്നെ ഒരു സ്ലൈസ് ബ്രെഡ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലയായിട്ട് മല്ലിപ്പൊടിയില്ലേ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് മസാലാസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ കുറേ അങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ ക്രഷ് ആയിട്ട് വരുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ചിക്കനൊന്നും പീസസ് ആയിട്ട് കിടക്കരുത് കേട്ടോ, അതിങ്ങനെ പേസ്റ്റ് ആയിട്ട് കിട്ടണം. ഒരുപാട് ഇങ്ങനെ പശ പോലെ ആക്കണ്ട. വെജിറ്റബിൾസും എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ആണ് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് ചതച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു എഗ്ഗ് അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ ഒരു കബാബിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് സ്മോക്കി ആൻഡ് ചീസി കബാബാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സീക്രട്ട് ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
കബാബ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഹാർഡായിട്ട് പോവില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു സ്മോക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ചിരട്ട കത്തിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ ചാർക്കോൾ ഉണ്ടാവില്ലേ, അതൊന്ന് കത്തിച്ചിട്ട് നമ്മൾ മന്തിക്കൊക്കെ പുകക്കുന്നത് പോലെ കേട്ടോ, ചെറിയൊരു അളവ് മതിയേ, ഒരുപാടില്ലല്ലോ, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കൊടുക്കാം. ഇത് തന്നെയാണ് ഇതിനോട്ട് ഹൈലൈറ്റ്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സ്മോക്കി ഫ്ലേവറും കൂടെ വരുമ്പോൾ. ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ല കുറച്ച് കട്ടിയുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ സാധാ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള 2 ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് തൊടണ്ട കേട്ടോ, കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്ത്. പ്ലാസ്റ്റിക് ഷീറ്റിലും ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇനി ഈ ഒരു സംഭവം നിങ്ങൾ കൈ കൊണ്ട് തൊടുന്നില്ല, ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് നിങ്ങളത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എക്സ്പേർട്ട് ആവും കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ സൈഡിലൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. ഒരുവിധം ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചീസ് സ്ലൈസ് ഇല്ലേ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് വെച്ച് കൊടുക്കുന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കബാബ് അടിപൊളിയാവും. പക്ഷെ ഉള്ളിൽ നിന്ന് ഈ ഒരു ചീസ് വെച്ച് കൊടുത്താൽ ഒരു ചീസി ടേസ്റ്റ്, ഒരു ക്രീമി ടേസ്റ്റ് ഉണ്ടാവും. ഒരു എന്താ പറയുക, ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടെ ഡബിൾ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചീസ് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ചീസ് വേണ്ടാന്ന് നോക്കുക. കബാബായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക, കൈ കൊണ്ട് തൊടുകയോ വേണ്ട കേട്ടോ. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ഷീറ്റ് കൊണ്ട് തന്നെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചീസൊന്നും ഇങ്ങോട്ട് സൈഡിലൂടെ വരരുതല്ലോ, അവിടെ ക്ലോസ് ആയി നിൽക്കും, എണ്ണ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെ ക്ലോസ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിത് എന്താ പറയുക, ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക്, പരത്തിയതെല്ലാം കൂടെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താലില്ലേ, നിങ്ങൾക്ക് കൈകൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റിക്കി ആ ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം കൂടുതൽ നിങ്ങൾ ഇത് ചിക്കൻ്റെ ആ ഒരു കൂട്ട് സ്റ്റിക്കി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 1-2 പീസ് ബ്രെഡ് സ്ലൈസസും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇട്ട് ചിക്കൻ അടിക്കേണ്ട, ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് 2 പീസ് ബ്രെഡിൻ്റെത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും. ഒരുപാട് നമ്മൾ മാവ് പോലെ ഒന്നും ടൈറ്റ് ആക്കിയിട്ട് എടുക്കല്ലേ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എത്ര ലൂസായിട്ട് നമുക്ക് അതായത് നമ്മൾ ആ ഒരു ആദ്യം ചെയ്തെടുത്ത ആ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കൈ കൊണ്ട് തൊടണ്ട, ഷീറ്റ് കൊണ്ട് തൊടുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്കിനെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ അത് നല്ല നമുക്ക് കൈ കൊണ്ടൊക്കെ നല്ല സുഖമായിട്ട് പിടിച്ചിട്ട് എണ്ണയിലേക്കൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫ്ലോപ്പായിട്ട് പോകില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരു മീഡിയം ചൂടാകുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യരുത്, കാരണം നമുക്കിതിൽ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. നമ്മൾ ചിക്കൻ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതല്ലേ, ചിക്കൻ അരച്ചെടുത്തിട്ടില്ല അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ട് വരും. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം കുറഞ്ഞ ഫ്ലെയിമിലേക്ക്, സിമ്മിലാക്കി കൊടുക്കണ്ട, എന്നാലും കുറഞ്ഞ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനൊന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു ഭാഗം ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഇതും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് നിങ്ങൾക്ക് സിബ്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന, ഇപ്പോൾ ഇഫ്താറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ 2 ദിവസം മുമ്പേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എന്താ പറയുക, ലോ ഫ്ലെയിമിലാക്കി, എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല കിടിലൻ സ്നാക്കും നമുക്ക് കിട്ടുമേ. ഇതൊക്കെ ശരിക്കും ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൈസ് ഒന്നും കൂടെ വേണമെങ്കിൽ ചെറുതാക്കി കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. കാരണം നമുക്ക് കുറേ ഐറ്റം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര വലുതാക്കി നമുക്ക് കഴിക്കാൻ അത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സ്മോക്കി ആൻഡ് ജീസി കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ ഞാൻ 4 സ്നാക്സ് ഉണ്ടാക്കിയില്ല. എനിക്ക് എല്ലാം അടിപൊളി, പക്ഷേ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ.
ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറയല്ലാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വാക്കുകളില്ല. അത്രയും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്ലോപ്പായിട്ടൊന്നും പോകില്ല. ഞാൻ വീഡിയോ പറഞ്ഞ കാര്യങ്ങളും കാണിച്ചതും നോക്കി നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചീസ് ഇങ്ങനെ മെൽറ്റായിട്ട് വരും കേട്ടോ. എന്നിട്ട് അത് കഴിക്കുമ്പോൾ അല്ലേ ഭയങ്കര ടേസ്റ്റാണ്. ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കിയിട്ട് അത് വെച്ചിട്ട് തന്നെ ചെയ്തോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.